അണ്ണാ എനിക്കൊരു കാര്യം പറയണ്ട്. എന്താ റോസി, എനിക്ക് എന്താ പറയാനുള്ളത്? അണ്ണാ ഇന്ന് പ്രത്യേകം അറിയോ? ഇന്ന് പ്രത്യേകത എനിക്കറിയില്ലല്ലോ. ഇന്ന് സൺഡേ ആണ്, എനിക്ക് മാത്രമേ അറിയുള്ളൂ. ടോമി, എനിക്കറിയുന്നത് പ്രത്യേകത? ഇല്ലണ്ണ, എനിക്കറിയാൻ പോണില്ല. എന്താ സോണി, എന്തീ പറയണ്? എന്ത് പ്രത്യേകത? ഇന്ന് സൺഡേ അല്ലേ, അതിനാണ് പ്രത്യേകത. അല്ല, ചോദിച്ചെന്നുള്ളൂ. അല്ല, നിങ്ങൾക്ക് ഇന്നത്തെ പ്രത്യേകത ഒന്നും അറിയില്ലേ? അയ്യത് പറയണ്ട. എന്താണ് ഇന്നത്തെ പ്രത്യേകത? നീ എന്താ പറയാത്തൊന്നു? അത് പിന്നെ അണ്ണാ, ഇന്നത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിന്റെ ഒന്നുമില്ല. എനിക്കൊന്നും പറയാൻ പറ്റാത്ത എൻ്റെ അവസ്ഥ 3G ആയി പോയല്ലോ. എന്തായാലും എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇപ്പം എന്ത് ചെയ്യും? ഞാൻ മുങ്ങി മരിക്കാൻ പോവാ. അല്ലെങ്കിൽ വേണ്ട, ഈ കടൽ തീരത്ത് തിരുമാല എണ്ണിയാലോ? നല്ല ഐഡിയ. എന്തെങ്കിലും എനിക്ക് അണ്ണനോടത് പറഞ്ഞേ പറ്റൂ. അതാ എനിക്ക് അവസരം വരുമല്ലോ, അപ്പൊ പറയാം. എടാ ടോമി, സോണി, നമുക്കറിയുന്നത് പ്രത്യേകത ഇന്ന് അവളുടെ ബർത്ത്ഡേയാ. അത് തന്നെ നമ്മൾ റോസിയോട് പറഞ്ഞിട്ടില്ല. അവൾക്കറിയാം ഇന്നത്തെ പ്രത്യേകത ആണെന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഈ ശരിയായില്ലാട്ടാ, അവളോടൊന്നും പറഞ്ഞില്ല. അണ്ണന് ഇത് നടക്കാണ്. ഞാൻ അവളെന്റെ മോളായതുകൊണ്ട് ഞാൻ പറയാത്ത. അത് പറഞ്ഞപ്പോഴത്തെ ടോമി, നീ എന്റെ ഭർത്താവല്ലേ? നീ എന്താ സ്വന്തം മകളോട് സംസാരിക്കാത്തത്? അത് പിന്നെ ഞാൻ അണ്ണന്റെ ടീം. നീ ഒന്നും പറയണ്ട. എനിക്ക് അണ്ണനോട് വലിയ വെറുപ്പാ. അണ്ണാ, ഞാനുള്ളത് പറയാൻ പോവാ. വേണ്ട സോണി, പറയണ്ട. ഇപ്പൊ പറയേണ്ട ഒരു ആവശ്യമില്ല. അല്ലടാ ഇന്ന് പിന്നെ അവൾ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് നമ്മളൊന്നും പറയാതിരിക്കുന്നത്. എന്നാലും അവള് അത് ചെയ്യണ്ടായിരുന്നു. നീ ഇപ്പൊ സോണാണോ? വടിയെടുത്തിന് അടിച്ചാൽ മതിയോ? എന്നെ നിക്ക്, ഞാൻ റോസ് ചെയ്ത് സംസാരിക്കുന്നു കേട്ടെ. ഇന്നെ പിറന്നാളായിട്ടും ആരും വിഷ് ചെയ്ത് പോലില്ല ഗൈസ്. അപ്പം നിങ്ങളെങ്ങനെയാണ് എൻ്റെ പിറന്നാളൊന്ന് വിഷ് ചെയ്തേക്ക്. എനിക്ക് പിന്നെ ഇവരോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇവരെനിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലും തരാൻ പോണില്ല. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവാ. ഈ നാട് എവിടെയെങ്കിലും പോകാൻ പോവാ. അവരെനിക്ക് ഇതുപോലത്തെ ഒരു ബസ് എന്നെങ്കിൽ ടോമി ചേട്ടൻ എൻ്റെ ഭർത്താവ്, ടോമി ചേട്ടൻ എൻ്റെ അച്ഛനല്ലേ? ശരി, അവള് നാട് വിട്ട് പോകാൻ പോവാണെന്ന് നിങ്ങൾ കാരണം, അല്ലാതെ അവള് പോവോ? ഞങ്ങളെന്ത് ചെയ്തുന്നത്? സോണി എന്നൊക്കെ പറയണ്, വടിയെടുത്തിന് അടിച്ചണല്ലോ. അങ്ങനല്ലേ കുരുത്തക്കെട്ട് കാണിച്ചു? ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? അണ്ണ സർപ്രൈസ് ഗിഫ്റ്റ്, സർപ്രൈസ് അണ്ണ അവളെ ഒന്നും അവളെ അണ്ണം ഇതാക്കാത്ത, സപ്പോർട്ട് ചെയ്യാത്തത്. അല്ലെങ്കിൽ അവളിപ്പോ സപ്പോർട്ട് ചെയ്തന്നെ. അവളുടെ മൈൻഡിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക. എന്നാലും ഈ അവരെന്നോട് വെച്ചത് എന്തൊരു ക്രൂരമാ, ഇതെന്തൊരു അക്രമം എന്ന് വെച്ചാ അതുക്കും മേലുള്ള അക്രമ. എനിക്കതിനെ അവരെ കാണണ്ട. സോണി, അത് വേണോ? എന്താ ഇത്? അമ്മേനാണല്ലോ വിളിക്കുന്നത്. പോയി നോക്കണ്ട, അവരുടെ മൈൻഡ് ചെയ്തില്ലല്ലോ, ഞാനൊന്നും ചെയ്യാൻ പോണില്ല. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു, എന്നോട് ഈ ആക്രമണം വേണ്ടായിരുന്നു. എടാ, അവളവിടേക്ക് എന്തൊക്കെയെന്ന് പറയണ്ട്. പക്ഷെ നമ്മൾ അവൾക്ക് എങ്ങനെ ഒരു സർപ്രൈസ് പാർട്ടി കൊടുക്കും? ഐഡിയ സോണി. എന്താ ഞാൻ ചെയ്തില്ലല്ലോ. അവൾക്ക് സർപ്രൈസ് പാർട്ടി കൊടുക്കാനുള്ള ഐഡിയ എനിക്ക് തെളിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടത്? അതിന് ടോമി സഹായിക്കണം. സഹായിക്കാനോണ്ണ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? അതെ, നീ വേണം അവളെ അകറ്റാൻ. ഞാനാ? എനിക്കൊന്നും പറ്റത്തില്ല. എടാ, നീ അവളുടെ അച്ഛനല്ലേ? പറഞ്ഞ ശരിയാ, എൻ്റെ മോളായതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അല്ല, ഞാനവിടെ എത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ഞങ്ങളുണ്ട് ഡെക്കറേഷൻ കാര്യങ്ങൾ നോക്കും. നിനക്കെന്താ ചെയ്യണമെന്ന് അറിയാലോ. നിനക്കറിയില്ലേ നീ ഒരു ഡെക്കറേഷനൊക്കെ ആളാണെന്ന്. പക്ഷെ ഞാനല്ല അവളെ കറ്റണ്ടേ. പറഞ്ഞ ശരിയാ. അപ്പോൾ ലെറ്റ്സ് പ്ലാൻ സ്റ്റാർട്ടഡ്. ടോമി സെറ്റല്ലേ? സെറ്റ്. ഞാൻ ഇപ്പോൾ പോവാം. റോസി, എന്താ? എനിക്കിനോടൊരു കാര്യം പറയണ്ട്. അച്ഛൻ എന്താണെങ്കിലും പറഞ്ഞോ? അതെ,
നമുക്ക് സ്ഥലം വരെ നടന്നിട്ട് വന്നാലോ? ആ എന്താ നോക്കാലോ? എവിടെ നോക്കണം? അതൊക്കെ ഞാൻ പറയാം. തൽക്കാലം നീ വാ. ഓ അച്ഛാ, ഇതെന്തിട്ട് നടപ്പത്? ഒന്ന് വേമ്പ അച്ഛാ. ഇതേ വരാ, ഞാൻ എൻ്റെ ബാക്കിലുണ്ട്, ഇനി മേടിക്കണ്ട. ആ വേമ്പ വേമ്പ വേമ്പ. അച്ഛൻ എനിക്ക് കാണിച്ചോട്ട്. ആ പറ. ഈ കരടികൾക്ക് നമ്മളൊരു പേടി. അതാ അത് സോണി, അവരങ്ങനെ നടന്ന് അവിടെ അപ്പുറത്തെ പോലെ പോയിട്ടുണ്ട്. നമുക്ക് പോയി ട്രക്കേഷൻ തുടങ്ങിയാലോ? ആണ്ണാ, നമുക്ക് തുടങ്ങാം. ഞാൻ ഡെക്കറേഷനിൽ പോയില്ല. എന്നാ വേഗം നീക്കി വാ, പോവാ. ആ ശരി അണ്ണാ. അണ്ണാ വെടിഞ്ഞാത്തല്ലേ? അല്ലേ പുറത്താ, ഒന്ന് വാടി. ആ ശരി. ആ നമുക്കില്ലേ കുറെ പരിപാടി ചെയ്യാനുണ്ട്. എൻ്റെ ബോർഡില്ലേ, ഞാൻ ഇന്നലെ പഠിച്ച ബോർഡ്, അതില്ലേ ആ കട്ടിലടിയിലുണ്ട്, അല്ല ഈ ഇതിനകത്തുണ്ട്. അതെടുത്ത് ഓക്കെ അണ്ണാ. ഓക്കെ, ആ ബോർഡ് അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അതിന് പിന്നെ പഞ്ഞാറ് ബോർഡുണ്ട്, അത് കുഴപ്പമില്ല. ഇവിടെ നമുക്ക് എവിടെ ഒട്ടിച്ചിരിക്കുക ഉണ്ടെനിക്ക്. ശരിയണ്ണാ. ഓക്കെ സെറ്റ്. ഞാനങ്ങനെ ബോർഡിൽ പേരെഴുതാം. ഓക്കെ, ഞാനങ്ങനെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എഴുതുള്ളൂ, ബാക്കി എഴുതാൻ സ്ഥലം കിട്ടിയില്ല. അത് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ മതി. അണ്ണാ ഇതെന്ത് ടേബിളാ? ഇത് ടേബിളാണ്. നീ വേണ്ട, പിടിച്ച ആളേക്കാം. നമുക്ക് വേറെ ഒരു കേക്ക് വെച്ചാൽ മതി. വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ 3 എടുത്ത 3G. ഓക്കെ, കേക്ക് കിട്ടി. ഇതങ്ങ് വെച്ച് കൊടുത്താൽ മതി, അവൾ തിന്നോളൂ. പിന്നില്ലേ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ടോർച്ച് ഇട്ടാണ് ഉണ്ടാക്കാൻ. ടോർച്ചൊക്കെ വയ്ക്കാം. നമ്മുടെ വിഷിൻ്റെ ഒരുത്തരാണെന്ന്. വിഷിൻ്റെയാ? എൻ്റെ മോളുടെ. ആ നിൻ്റെ മോളുടെ ഞാൻ പിന്നെ ടോമിക്കില്ലേ ഒരു കപ്ലെയർ കൊടുത്തിട്ടുണ്ടായി. സോറി, എന്തോ ഡിവൈസ് കൊടുത്തിട്ടുണ്ടായി. ആ സാധനം വെച്ചിട്ട് അവനെ വിളിക്കാൻ പറ്റും. ഞാൻ അവനെ വിളിക്കാൻ പോവാണ്. എടാ ടോമി, നീ ഇങ്ങോട്ട് വാ. ഇവിടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ആണ്ണാ, ഞാനിപ്പോൾ തന്നെ വരാം. പക്ഷേ കുറച്ച് ടൈം എടുക്കും. ആ നീ വന്നാൽ മതി, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് മൃഗങ്ങളെ ഇതാക്കുന്നത്, ഇതറിയ പേടിക്കുന്നത്. ആ അത് കൊള്ളാല, എനിക്കിതറിയണ്ടായില്ല. അല്ല ഇതിപ്പോ 11 മണിയല്ലോ, നല്ല മഴയും പെയ്യുണ്ട്. നമുക്ക് വീട്ടിൽ പോയാലോ? ആ വീട്ടിൽ പോവാം. ഉണ്ട് ആണ്, ഞാൻ കോൾ ചെയ്തട്ടെ. സെറ്റായി നീ വാ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാ. ആ പോവാച്ചാ. വാ. അയ്യോ, നമുക്കൊരു അടിച്ചിട്ട് പോവാ. വാ വേഗം വാ. സപ്രഷൻ കാത്തിരിക്കുന്നു. എന്നിട്ട് ഒന്നില്ലേ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞതാ. ഓ അങ്ങനെ. എന്തത്? ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയണ്ടല്ലോ. ആ ബാലിട്ടുണ്ടല്ലോ, ഒന്നുണ്ട്. കേട്ടാ സോണി. അണ്ണാ എൻ്റെ കോളേജ് ഫ്രണ്ട്സ് ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയുണ്ട്? സർപ്രൈസ്. ഇതെന്റെ കോളേജ് ഫ്രണ്ട്സ് അല്ലേ? നിങ്ങൾക്ക് എൻ്റെ ബർത്ത്ഡേ അറിയാമല്ലേ? ആ സോണി, ജസ്റ്റ് പട്ടിക്ക അത്ര തന്നെ. ഇതിനെത്തി പ്രതീക്ഷിച്ചില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ റോസി, ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്ക് കരച്ചിലൊന്നും പാടില്ല. എന്തിനൊക്കെ അറിയണ്? സർപ്രൈസ് പാർട്ടി അല്ലേ? ഇനി ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടല്ലോ. ആ പറയാം, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളാണ് എനിക്ക് സെറ്റാക്കുന്നത്. ആടി കണ്ട, അവിടെ കേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. നമുക്കപ്പോൾ തിന്നാം. നമുക്ക് കുറെ കളിയൊക്കെ കളിക്കണ്ടേ? ആ ശരിയാ. എനിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയ്ക്ക് ചെയ്തല്ലോ. അതന്നെ വലിയ കാര്യം. ഞങ്ങൾക്ക് അപ്പം നിങ്ങൾ തന്നെ പറയണ്ടെന്ന്. എടി, ഇത് ബർത്ത്ഡേ സർപ്രൈസാ. എൻ്റെ ബർത്ത്ഡേ അങ്ങനെ മറന്നിട്ടൊന്നുമില്ല, അതെന്നുണ്ടാവും. ആണോ? എന്നാൽ പിന്നെ എല്ലാവർക്കും എൻ്റെ ബർത്ത്ഡേ ആശംസകൾ. നിന്റെ തെറ്റ് നിന്റെ ശത്രുക്കളും നിന്റെ ബർത്ത്ഡേക്ക് വന്നില്ലേ? അതിനല്ലേ ഒരു കാര്യം. ബ്ലാക്കി
റോസി, എന്ത്? എന്നോട് കുറേ തെറ്റിയിട്ടുണ്ട്, ഞാൻ ക്ഷമിക്കണം. അത് കുഴപ്പമൊന്നുമില്ല, കോളേജിലല്ലേ, അതാണ് ടീച്ചറോട് കണ്ടിട്ടുള്ളത്. അത് ശരി. ദേ ബ്ലൂയി, ബ്രൗണി, ഗ്രീനി, ഇവരെല്ലാവരും ഈ വെള്ള ഫ്രണ്ട്സാണ് കേട്ടോ. ഞങ്ങളിഞ്ഞ് കൊണ്ട് ഇന്നോട് കുറേ തെറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളത് ഇവൻ്റെ കൂട്ടത്തിലായേ? അത് നാളെ പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.